അവിടുന്ന് പുറത്തു വന്ന സ്ക്യൂബ ടീം അംഗം പങ്കുവയ്ക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. ഒരുപക്ഷെ ജോയിയെ കണ്ടെത്തിയെന്ന് നമുക്ക് ഉറപ്പുവെച്ച് പറയാനാവില്ല. പക്ഷേ എന്തോ ഒരു സൂചന, എന്തോ ഒന്ന് തങ്ങിക്കിടക്കുന്നതായി ഈ ഇപ്പോൾ പോയ സ്ക്യൂബ ടീം അംഗങ്ങളുടെ ദൃശ്യത്തിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതെന്താണ് എന്നുള്ള പരിശോധന വേണം. അത് യാതൊരു ഉറപ്പുമില്ല. ചില സൂചനകളാണ് പങ്കുവെക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മുടെ ക്യാമറയിൽ തന്നെ അങ്ങനെ ചില സന്ദേശം അവർ കൈമാറുന്നതായി നമുക്ക് പറയുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന കാര്യം വിനോദും ഡാനും പരിശോധിക്കുന്നുണ്ട്. അവരുടെ റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ നമുക്ക് ലഭിക്കുമെന്നും പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ഈ ദൗത്യം ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് എത്തുന്നോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും രണ്ടാം ദിവസവും ദൗത്യം പുരോഗമിക്കുകയാണ്. മാലിന്യ കൂമ്പാരത്തിനിടയിൽ നിന്നുകൊണ്ട് NDRFിൻ്റെയും ഒപ്പം ഈ സ്കൂബ ടീമംഗങ്ങൾ, ഫയർഫോഴ്സ് അടക്കമുള്ള സേനാംഗങ്ങളുടെ പരിശോധന നടക്കുകയാണ്. ആ പരിശോധനയിലാണ്, ഈ കനാലിൽ നടത്തിയ പരിശോധനയിലാണ് എന്തോ സൂചനകൾ അവർക്ക് ലഭ്യമാകുന്നു എന്നതാണ്. പക്ഷേ അതെന്ത് എന്നതിൽ വ്യക്തത വരാനുണ്ട്. ഒരുപക്ഷെ ഒരു മാലിന്യ കൂമ്പാരം തന്നെയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിടെ തങ്ങി നിൽക്കുന്നതാവാം. എന്തായാലും നമ്മുടെ ആ ദൗത്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലൂടെയാണ്. കനാലിനുള്ളിലെ പരിശോധന അത് പൂർത്തിയാവേണ്ടതുണ്ട്. അതിലേക്കാണ് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഡാനും ഒപ്പം വിനോദും അവിടുന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. വിനോദ്, നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ, സാധ്യതകളുണ്ടോ? സജിത്ത്, ഈ സംഘത്തിലെ ഒരാൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ചൊരു സൂചന എന്തെങ്കിലും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായ ഒരു കാര്യം അതിൻ്റെ ഒരു സാധ്യതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ആളുകൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. പല സംഘങ്ങളായാണ്, പലപ്പോഴായാണ് ഈ NDRFിന്റെ സ്കൂബ ടീമിൽ ഉൾപ്പെട്ട സംഘങ്ങൾ അകത്തേക്ക് പോകുന്നത്. പക്ഷേ ഇതുവരെയും ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഒരു ഭാഗത്താണ്. റെയിൽവേ പ്ലാറ്റ്ഫോം, 1-ാം നമ്പർ പ്ലാറ്റ്ഫോം അടിയിലൂടെ ഈ ഓട തുടങ്ങുന്ന അല്ലെങ്കിൽ ഈ ഗുഹമുഖം പോലുള്ള പ്രദേശത്തിന്റെ ആദ്യത്തെ കവാടം, ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ചൊരു സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല. കൂടുതൽ സേനാംഗങ്ങൾ ഇവിടേക്ക് എത്തുമെന്നാണ് ഫയർഫോഴ്സ് മേധാവി അറിയിച്ചത്. ഒരു 50 അംഗ സംഘം, അതിൽ തന്നെ 25ഓളം പേർ വരുന്ന ടീമുകൾ, അതൊരു 3 സംഘങ്ങളായി തിരിച്ച് അവരെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ കൂടി ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അകത്ത് ആളുകളുണ്ട്, ഒഴുക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ മാലിന്യ നീക്കത്തിനും ബുദ്ധിമുട്ടുണ്ട്. ഒഴുക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മാലിന്യം നീക്കി മാറ്റി ആ ഭാഗത്തു കൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാഹചര്യം കൂടിയില്ല. തിരച്ചിൽ തുടരുകയാണ്. ഏതാണ്ട് 70 മീറ്റർ ഇനിയും പരിശോധന പൂർത്തിയാക്കേണ്ടതുണ്ട്. നേരത്തെ ഏതാണ്ട് ഒരു അരമണിക്കൂർ മുൻപ് വരെ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയത് 50 മീറ്റർ വരെയുള്ള പരിശോധന പൂർത്തിയായിരുന്നു. ഇനിയും ഏതാണ്ട് 70 മീറ്റർ വരെ ദൂരത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ കൂടുതൽ സേനാംഗങ്ങൾ എത്തിയ ശേഷം 2 വശത്തുകൂടിയുള്ള പരിശോധന വിവരം വരുന്നുണ്ട്. ഒരുപക്ഷെ റെയിൽവേ ട്രാക്കുകൾ കടന്നു പോകുന്ന ഭാഗത്തു കൂടി താഴേക്ക് ഇറങ്ങണമെങ്കിൽ അതിന് റെയിൽവേയുടെ പ്രത്യേക അനുമതി വേണം. മാത്രവുമല്ല അങ്ങനെ എളുപ്പത്തിൽ ഒളിച്ച് ഇറങ്ങാൻ കഴിയുന്ന തരത്തിലില്ല. കാരണം ഇതിങ്ങനെ ഒരു ഗുഹ പോലെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ടണൽ പോലെ പോകുമ്പോൾ അതിന്റെ ഉപരിതലം നിർമ്മിച്ചിരിക്കുന്നത് വലിയ കട്ടിയിലാണ്. കരിങ്കൽ കൊണ്ട് വളരെയധികം കനത്തിലാണ് ഇത് കെട്ടി നിർമ്മിച്ചിട്ടുള്ളത്. കാരണം മുകളിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിനാണ്. ട്രെയിൻ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ സാധാരണ നിലയിലുള്ള ഒരു നിർമ്മിതിയല്ല. വളരെ അതാണ് വിനോദ് ഇടപെടുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട നമുക്ക് ഡാനിലേക്ക് കൂടി പോകാം. അതിന് മുമ്പായി അല്പസമയം മുമ്പാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്കൂബ ടീം അംഗം പുറത്തു വരികയും ചില സൂചനകൾ പങ്കുവെക്കുകയും ചെയ്തത്. പക്ഷേ അത് മറ്റ് സംശയിത്തക്ക സാഹചര്യത്തിലുള്ളതല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്ക് അവരുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. റൗണ്ട് പോലെ സാധനം കണ്ടു, എന്താ മനസ്സിലാവുന്നില്ല. ഫ്രണ്ട് ക്യാമറയിലേ ഒരു റൗണ്ട് പോലെ സാധനം കണ്ടു, എന്താ മനസ്സിലാവുന്നില്ല.
ഫ്രണ്ട് ക്യാമറയിലേ ഒരു റൗണ്ട് പോലെ ഒരു സാധനം കണ്ടു. എന്താ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? ഫ്രണ്ട് ക്യാമറയിലേ ഒരു റൗണ്ട് പോലെ ഒരു സാധനം കണ്ടു. യെസ്, ഡാൻ കുര്യൻ ഉണ്ട്. ഡാൻ, നമ്മളിപ്പോൾ ഒരു ദൗത്യ സേനാംഗങ്ങൾ ഒരാൾ ഈ കനാലിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നപ്പോൾ അവർ നടത്തിയ ഒരു കമ്മ്യൂണിക്കേഷനിലാണ് എന്തോ ഒന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ കാണാൻ കഴിയുന്നുണ്ട്, പക്ഷേ അതെന്താണെന്ന് വ്യക്തമല്ല എന്ന കാര്യം പറഞ്ഞു. ഒരു പക്ഷേ അതൊരു മാലിന്യ നിക്ഷേപം തന്നെയാവാം, അല്ലെങ്കിൽ ഈ നമുക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു സാഹചര്യമാവും. എന്തായാലും അക്കാര്യത്തിലൊക്കെ കൂടുതൽ പരിശോധന നടക്കേണ്ടി വരുന്നുണ്ട്. അല്പസമയം മുമ്പ് ഈ ദൗത്യ സേനാംഗങ്ങളുടെ ഒരു റിവ്യൂ മീറ്റിംഗിന് ശേഷം ഈ ഫയർഫോഴ്സ് മേധാവി അടക്കം വിശദീകരിച്ച കാര്യം 3 ടീമായി തിരിഞ്ഞ് 25 അംഗ സ്കൂബ ടീം അംഗങ്ങൾ 3 ടീമായി തിരിഞ്ഞുകൊണ്ട് അവർ രംഗത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി ഈ കനാലിൻ്റെ പരിശോധന എത്ര കണ്ട് അവശേഷിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്ക് ഈ കനാലിൽ പൂർണ്ണമായി ഉള്ള ഒരു പരിശോധന, അതിൻ്റെ ഒരു പുരോഗതി ഇപ്പോൾ എവിടം വരെ എത്തിയിട്ടുണ്ട് ഡാൻ? 117 മീറ്ററാണ് പ്ലാറ്റ്ഫോമിനുള്ളിലൂടെ അടക്കം ഇത് നീളുന്നത്, മാൻഹോൾ നീളുന്നത്. ആ 117 മീറ്ററിനുള്ളിൽ ഏതാണ്ട് 70 മീറ്റർ വരെയുള്ള പരിശോധനയാണ് ഇന്നലെ അർദ്ധരാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. പക്ഷേ ആ 70 മീറ്റർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് 40, അവിടെ നിന്ന് ഇങ്ങോട്ട് 30, ഇതിന്റെ 2 വശത്തുനിന്നായിട്ട് ഈ 70 മീറ്റർ പൂർത്തിയാക്കുമ്പോൾ അതിനുള്ളിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് ശേഷിക്കുന്ന 48 മീറ്ററിലേക്ക് പരിശോധന ഇനി നടത്തണമെങ്കിൽ അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പാറക്കഷ്ണങ്ങളും ദീർഘവർഷങ്ങളായുള്ള മാലിന്യവും കുടുങ്ങിക്കൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ, ആ മാലിന്യങ്ങൾ അവിടുന്ന് നീക്കം ചെയ്യാതെ ഒരു സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ, ഗ്രൗണ്ട് പ്ലാറ്റ്ഫോമിന്റെ അല്ലെങ്കിൽ അതിനടിയിലെ സംവിധാനങ്ങളുടെ ഒരു റൂട്ട് മാപ്പ് എങ്ങനെയാണ് അത് കൃത്യമായി തയ്യാറാക്കി റെയിൽവേയുടെ ഭാഗത്തു നിന്നാണ് ലഭിക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു ചാർട്ട് തയ്യാറാക്കിക്കൊണ്ട് മാത്രമേ ഇനി അങ്ങോട്ട് രക്ഷാദൗത്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ആ കാര്യങ്ങളെക്കുറിച്ച് റെയിൽവേ അധികൃതരുമായി, ദക്ഷിണ റെയിൽവേ അധികൃതരുമായി ഉന്നത ഉദ്യോഗസ്ഥർ ഈ കൂടിയാലോചന യോഗത്തിന് ശേഷം സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം അഗ്നിശമന സേനാ മേധാവി കെ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ, നഗരസഭാ അധികൃതർ അവരൊക്കെ കൂടിയാലോചിച്ചുകൊണ്ടായിരിക്കും അന്തിമമായൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സ്വാഭാവികമായി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് അല്പസമയത്തിനകം അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കും. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 48 മീറ്ററിനുള്ളിലേക്ക് ഈ പരിശോധന ചുരുക്കുകയാണ്. അതായത് ശേഷിക്കുന്ന 70 മീറ്ററിൽ പരിശോധന 2 വർഷങ്ങളിൽ നടത്തിയിട്ടും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി മാലിന്യങ്ങൾക്കടയിലൂടെ ക്യാമറ സംവിധാനം കടത്തിവിട്ട് ആ ഹൈ ഡെഫിനിഷൻ ക്യാമറയിൽ അതിനകത്ത് എന്താണ് എന്ന് കണ്ടെത്തേണ്ട ഒരു ദുർഘടമായ പരിശോധനയാണ് ബാക്കിയാകുന്നത്. അവിടേക്ക് നിലവിൽ മനുഷ്യർക്ക് കടക്കാൻ കഴിയാത്ത തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തന്നെയാണ് ഈ പ്രവർത്തനങ്ങളെ, അതായത് രക്ഷാദൗത്യത്തെ നിലവിൽ ദുഷ്കരമാക്കി മാറ്റുന്നത്. ആ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി തന്നെയാണ്. അതിനിടയിലാണ് 48 മീറ്ററിനുള്ളിലേക്ക് കടന്ന പരിശോധന നടത്തുന്നതിന് വേണ്ടി, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി റെയിൽവേയിലെ കരാറുകാരെ അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തി പരിശോധനകളുടെ ഭാഗമായി ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കൂടിയാലോചനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സരിത, യെസ്, എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. നമുക്കൊരു ഇടവേളയാണ്, വേഗത്തിൽ മടങ്ങി വരാം.